ട്രേഡിങ്ങും അതേപോലെ തന്നെ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന മറ്റു ചില മാർഗങ്ങൾ. അതാണ് ഇപ്പോഴത്തെ 2025 മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത്. നമ്മുടെ ഈ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മണി മേക്കിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ് അല്ല. അതാണ് നിങ്ങൾ ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കുന്നത്. ട്രേഡിംഗ് പഠിക്കാൻ പോകുന്നവർക്ക് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഒക്കെ പഠിക്കാൻ പോകുന്നവർ നിങ്ങൾ പഠിച്ചിട്ട് ട്രേഡിംഗ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. എന്നാൽ ഇതിൽ കുറച്ച് റിസ്ക് എലമെന്റ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഞാൻ ഷുവർലി പറയുന്നു, ഒരു പുതിയതായിട്ട് ട്രേഡിങ്ങിന് കയറുന്ന ഒരു പയ്യന്, പുതിയ ട്രേഡിംഗ് കയറുന്ന പയ്യന് ഒരു ഉറപ്പായിട്ടും ഒരു ആക്റ്റീവ് ഇൻകം അവന് ഒരിക്കലും ജനറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇറ്റ്സ് ഓൺലി എ പാസീവ് ഇൻകം. അത് എത്രത്തോളം പ്രോഫിറ്റ് നമ്മൾ കൊടുക്കുന്ന ക്യാപിറ്റൽ അനുസരിച്ചായിരിക്കും അതിന്റെ ഔട്ട്പുട്ട് വരുന്നത്. എന്നാൽ നമ്മുടെ മാർക്കറ്റിംഗ് നല്ല രീതിയിൽ, ഈ ഒരു ഗ്ലോബൽ മാർക്കറ്റിംഗ് നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു പയ്യനാണെങ്കിൽ അവനറിയാം ട്രേഡിങ്ങിന്റെ പോസിബിലിറ്റീസ് എത്രയാണ്. ഇന്നലെ ഐഫോൺ 17 ഇറങ്ങിയത് മാത്രമാണ് ഗ്ലോബലി ഗ്ലോബൽ മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് റൈസ് ആയത്. ഇല്ലെങ്കിൽ അതും ഡൗൺ ആയിട്ട് തന്നെ ഇരിക്കും. നിങ്ങൾ ഇപ്പൊ മനസ്സിലാക്കുക, നമ്മുടെ ഇന്ത്യ അമേരിക്കയും തമ്മിലുള്ള ഇപ്പോൾ റിലേഷൻ അത്ര സുഖത്തിലല്ല. അതിൽ ഒന്നാമത്തെ കാര്യം ട്രംപാണ്. ട്രംപ് ടാരിഫ് ഒരുപാട് കൂട്ടി. അതാണ് ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ചൈനയും ഇന്ത്യയിലുള്ള റിലേഷൻസ് മറ്റു രാജ്യങ്ങൾക്ക് പിടിക്കുന്നില്ല. ഇടയ്ക്ക് ചൈനയായിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചു പിരിഞ്ഞെങ്കിൽ വീണ്ടും ഫ്രണ്ട്ഷിപ്പ് രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. അപ്പൊ ആ ഒരു സെറ്റപ്പിൽ ഇന്ത്യൻ മാർക്കറ്റ്സിൽ അത്ര ഒരു ട്രേഡിംഗ് അവൈലബിലിറ്റി കുറവായിരിക്കും. പിന്നെ ഉള്ളത് ഇന്ത്യൻ സ്റ്റോക്സ് ആണ്. ഇന്ത്യൻ സ്റ്റോക്സ് എന്ന് പറയുന്നത് നമ്മളെ E20 ഫ്യൂൾസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ E20 ഫ്യൂൾസ് എന്ന് പറയുന്നത് ഷുഗർ കെയിൻ നിന്നായിരുന്നാലും ജാഗ്രയിൽ നിന്നായിരുന്നാലും എടുക്കുന്ന ഒരു പ്രോഡക്റ്റ് നമ്മൾ നോർമൽ പെട്രോളിനേക്കാളും വില കുറവിൽ കിട്ടുമെന്ന് കേന്ദ്ര സർക്കാർ വാദം പറയുന്നു. എന്നാൽ ഒരിക്കലും അത് കിട്ടില്ല. ഒരിക്കലും നോർമൽ പെട്രോളിനേക്കാളും വില കുറച്ച് ഒരിക്കലും E20 ഫ്യൂലിൽ കിട്ടില്ല. അത് ഒന്നാമത്തെ ദിവസം എന്ന് പറയുന്നത് നമ്മുടെ നോർമലി GST തന്നെയാണ്. ഈ ഒരു ഷുഗർ കെയിനും ജാഗരിയും അല്ലെങ്കിൽ കരിമ്പും ശർക്കര എന്ന് പറയുന്ന ഈ ഒരു രണ്ട് സാധനത്തിൽ നല്ല രീതിയിൽ GST ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റിന് എങ്ങനെയാണ് വില കുറച്ച് അവർക്ക് വിൽക്കാൻ സാധിക്കുന്നത്? അപ്പോൾ ഈ ഒരു E20 ഫ്യൂവൽസിന് മാത്രം, E20 ഫ്യൂവൽസിന്റെ ഞാൻ പറഞ്ഞല്ലോ ഷെയർസ് വാങ്ങിച്ചിട്ട്, ഇത് നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ ഗതാഗത മന്ത്രിയുടെ മകന്റെ കമ്പനിയാണ് E20 ഫ്യൂവൽസ് കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു കമ്പനി മാത്രം ഷെയർ വാങ്ങിച്ചിട്ട് അവർ നല്ല രീതിയിൽ റൈസ് ആയിട്ടുണ്ട് ഇന്ത്യൻ മാർക്കറ്റിൽ. മനസ്സിലായില്ലേ? അതാണ് മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്. ഈ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഈ 2025 എന്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയും ഒരിക്കലും ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. പോസിബിൾ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ നടക്കുന്ന ഈ ഒന്നുമില്ലെങ്കിലും ഖത്തറും ഇസ്രായേലും കൊണ്ടുള്ള യുദ്ധം നിങ്ങൾ നോക്കാം. ഖത്തറിൽ നിന്നാണ് മോസ്റ്റ്ലി അവര് നമ്മള് ഫ്യൂവൽസ് എടുക്കുന്നത്. ക്രൂഡ് ഓയിലും കാര്യങ്ങളെല്ലാം എടുത്ത് പെട്രോളും ഡീസലൊക്കെ അവിടെ നിന്നാണ് വാങ്ങുന്നത്. അപ്പൊ അവിടെ ഒരു യുദ്ധം നടക്കുമ്പോൾ വീണ്ടും ഇന്ത്യയുടെ മാർക്കറ്റിംഗ് അവിടെ ഡള്ളാവും. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒരു ഗ്ലോബലി 2025 ഒരു ഗ്ലോബലി മാർക്കറ്റ് നോക്കുന്ന ഒരു പയ്യൻ ഒരിക്കലും ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എടുക്കില്ല. അതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള വിഷയം എന്ന് വെച്ചാൽ, അതാണ് 2025 ട്രേഡിംഗ് എന്ന് പറയുന്നത്. പക്ഷെ പലരും നിങ്ങളെ ഒരു കുഴിയിലോട്ട് ആക്കാൻ നോക്കും. ഞാൻ പറഞ്ഞല്ലോ ട്രേഡിംഗ് ചെയ്തു, അത് ചെയ്തു, ട്രേഡിംഗ് വെച്ച് കാർ വാങ്ങിച്ചു, ബൈക്ക് വാങ്ങിച്ചു, എല്ലാം വാങ്ങിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഇറ്റ്സ് ഓക്കെ, വാങ്ങിച്ചായിരിക്കാം. പക്ഷെ ഈ ഒരു റീല് വെച്ചിട്ട് ഒന്നില് അവർ ചെയ്യുന്ന ഒരു കാര്യമേ ഉള്ളൂ. അവരെ അല്ലെങ്കിൽ അവര് നിങ്ങളെ രണ്ടുപേരും ബിസിനസ് ആണ് ഇവിടെ നോക്കുന്നത്. അതിൽ ഒന്നാമത്തെ റീസൺ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ, പല റീൽസിലും ട്രേഡിംഗ് ഈസ് ബെറ്റർ, ട്രേഡിംഗ് ചെയ്താൽ രക്ഷപ്പെടും എന്ന് പറയുന്നവര് റീൽസിന് താഴെ ഒന്നെങ്കിൽ പറയുന്നത് നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കമന്റ് ലിങ്ക് എന്ന് പറയും. മനസ്സിലായില്ലേ? ഇങ്ങനെ ഒരു ചതിക്കുഴി അവിടെ ഉണ്ട്. കാരണം ഇത്ര തരത്തിലുള്ള പിള്ളേരെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് ഇവരുടെ കോഴ്സ് മനഃപൂർവ്വം എടുക്കാൻ വേണ്ടിയിട്ട് ഇവർ റീൽസ് ചെയ്യാറുണ്ട്. അതൊന്നാമത്തെ റീസൺ. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ട്രേഡിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ നോളജ്. ഒരു അറിവും ചെറുതല്ലെന്ന് ഞാൻ പറയുള്ളൂ. ആ ഒരു അറിവ് വെച്ചിട്ട് നമുക്കൊരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഈവൻ നമ്മൾ ആരും കയ്യിൽ സ്വർണ്ണക്കറണ്ടിയായിട്ട് ജനിക്കുന്നവരല്ല. നമുക്ക് വേണ്ടത് നമ്മൾ കഷ്ടപ്പെട്ട് തന്നെ ഉണ്ടാക്കണം. ഈവൻ ട്രേഡിംഗ് ചെയ്തിട്ട് ഒരു ക്യാപിറ്റൽ എടുക്കണമെങ്കിൽ തന്നെ നമ്മൾ എന്തുമാത്രം കഷ്ടപ്പെടണം. ക്യാപിറ്റൽ എമൗണ്ടിന് വേണ്ടി നല്ല രീതിയിൽ കഷ്ടപ്പെടണം. അഥവാ അത് ലോസായി പോയാലും അത് റിക്കവറി എടുക്കാനുള്ള ഒരു പ്ലാൻ നമ്മുടെ കയ്യിൽ വേണം. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും കുഴിയിലോട്ട് തന്നെ പോകും. പലരും പറയും റിസ്ക് എടുക്കണം എന്ന് പറയും. നമ്മൾ വീണ് പോയാലും നമ്മളെ മണ്ടക്കെട്ട് ചവിട്ടി
താഴ്ത്തി വെക്കാൻ ഇവിടെ ആളുകളുള്ളൂ. മനസ്സിലായില്ലേ? അത് അവിടെ നിന്ന് കൈ പിടിച്ച് ഉയർത്ത ആരും കാണൂല. എല്ലാരും നല്ല സമയത്ത് കാണും. പക്ഷെ നമ്മളൊന്ന് വീണ് പോയാല് വീണ്ടും തലയിലിട്ട് ചവിട്ടാൻ ഇവിടെ ആൾക്കാർ കാണും. അതാണ് മെയിൻ ആയിട്ട് റീസൺ. ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു സെക്കൻഡ് പ്ലാൻ കയ്യിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ഈ ട്രേഡിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റിലോട്ട് പോകാൻ. ഞാൻ ഒരിക്കലും ഒരു ട്രേഡിംഗ് കോഴ്സ് പഠിപ്പിക്കുന്നവരെയോ ട്രേഡിംഗ് ചെയ്യുന്നവരെയോ ബ്ലെയിം ചെയ്യുന്നതോ കാര്യങ്ങൾ പറയുന്നതോ അല്ല. നോർമലി പണം ഉണ്ടാക്കുന്ന ചിന്ത പറഞ്ഞത് ഒരു മിഡിൽ ക്ലാസ്, ലോവർ ദാൻ മിഡിൽ ക്ലാസ്സിലുള്ള പയ്യന്റെ മൈൻഡിലാണ്. അവനാണ് ഈ ഒരു എളുപ്പത്തിൽ പണം ഉണ്ടാക്കണം, ഈ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു ലോക പണച്ചാക്ക് സഞ്ചിയാണെന്ന് വിചാരിക്കുന്നവര് ഇതുപോലുള്ള പയ്യന്മാരാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാല് 2025 ട്രേഡിംഗ് എന്ന് പറയുന്നത് എനിക്കൊരു ബെറ്റർ ഓപ്ഷൻ ആയിട്ട് തോന്നുന്നില്ല. മനസ്സിലായ? ട്രേഡിംഗ് ചെയ്ത് ഓരോരുത്തരും അത് വാങ്ങി ഇത് വാങ്ങി ഒക്കെ അവർ വാങ്ങിച്ച് കാണും. അവരെങ്ങനെ കൂടെ സക്സസ് ആവുന്നത്? ട്രേഡിംഗ് കൊണ്ടല്ല. സക്സസ് ആയ കമ്പനികളുടെ ഷെയർ മാർക്കറ്റ് വാല്യൂ അവർ വാങ്ങിച്ചിട്ടിട്ട് അതിൽ നിന്നുള്ള പ്രോഫിറ്റ് കൊണ്ടായിരിക്കണം അവർ സക്സസ് ആയിരിക്കണം. മനസ്സിലായില്ലേ? ദി വേ ടു മേക്ക് മണി എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഈ പൈസക്കാരെങ്ങനെയാണ് വീണ്ടും വീണ്ടും പൈസക്കാരാവുന്നത്? അവർ അടുത്ത വഴി നോക്കും, അടുത്ത് ഈ ഒരു കിട്ടിയ പൈസ ഡബിൾ ചെയ്യും. അതിൽ മെയിൻ ആയിട്ടുള്ളത് ഈ ഒരു സക്സസ് ആയ കമ്പനികളുടെ ഷെയർ വാങ്ങിക്കുക എന്നുള്ളതാണ്. മനസ്സിലായി? അപ്പൊ അതിൽ നിന്നുള്ള പ്രോഫിറ്റ് കിട്ടിയിട്ട് അവർക്ക് വീണ്ടും മണി ഡബിളിങ് ആവും. ഇതിന്റെ ഇടയിൽ നിങ്ങൾ വിട്ടുപോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഈ പണം ഉണ്ടാക്കുന്നതിൻ്റെ. ഒരു സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇപ്പൊ എൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ, എൻ്റെ ക്ലാസ്സിൽ നല്ല രീതിയിൽ അത്ലറ്റ്സ് ഉണ്ടായിരുന്നു, ഡ്രോയിങ് നല്ലൊരു പടം വരയ്ക്കുന്നവരുണ്ടായിരുന്നു, കരാട്ടെ നല്ല രീതിയിൽ ചെയ്യുന്ന ബ്ലാക്ക് ബെൽറ്റ് ആൻഡ് ഹൈ ലെവലിലോട്ട് പോയവരുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് നല്ലൊരു ഫുട്ബോളേഴ്സ് ഉണ്ടായിരുന്നു. ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. ഇന്ന് ടീനേജ് കഴിഞ്ഞ് ഒരു ഏജ് കഴിഞ്ഞ് വന്നപ്പോൾ അവരുടെ ആ ഒരു കഴിവ് വെച്ച് രക്ഷപ്പെട്ട ആരും ഞാൻ കണ്ടിട്ടില്ല. അത് ചിലപ്പോൾ അവരുടെ സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള താല്പര്യം നഷ്ടപ്പെട്ടവരായിരിക്കാം. കൊച്ചിലേ ഉള്ള കഴിവുകൾ എടുത്ത് കൊണ്ടുവരിക, വളർത്തിയെടുത്തുകൊണ്ട് വരിക, സ്ട്രഗിൾസ് ഫേസ് ചെയ്ത് കൊണ്ടൊരു ലെവലിൽ എത്തിച്ചാൽ ആ ഒരു കഴിവ് വെച്ച് ഓരോരുത്തർ രക്ഷപ്പെടും. അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, നമ്മളെ കഴിവ് മറന്നിട്ട് ബാക്കിയുള്ളവരെ പിറകെ പോകുന്നതാണ് ഇപ്പൊ ചെയ്യുന്ന ഓരോരും ചെയ്യുന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. നമ്മളെ കഴിവ് ഫോർഗോട്ട് ചെയ്തിട്ട് അവന് അതുകൊണ്ട് അതിന്റെ പിറകെ പോവാം എന്നും പറഞ്ഞ് ഓരോരുത്തർ പോകും. അങ്ങനെയല്ല, ഇവിടെ ഈ ലോകത്തിൽ ആരും കഴിവില്ലാതെ ഇരിക്കുന്നില്ല. എന്തെങ്കിലും ഒരു സ്പാർക്ക് പടച്ചോ അവന്റെ ഉള്ളിൽ കൊടുത്തിരിക്കും. അത് റിയലൈസ് ചെയ്ത്, അത് അനാലിസിസ് ചെയ്ത്, അത് ജസ്റ്റ് ഒന്ന് വളർത്തിയെടുത്താൽ അവൻ രക്ഷപ്പെട്ടു. അതാണ് ഇതിലെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഓരോരുത്തരെ കഴിവ് വെച്ച് അവരുടെ പൊട്ടൻഷ്യൽ വെച്ചാണ് രക്ഷപ്പെട്ടു പോകുന്നത്. അവരെ പൊട്ടൻഷ്യൽ നിങ്ങൾ എടുക്കാൻ നോക്കിയാൽ അത് നടക്കുന്നില്ല. മനസ്സിലായില്ലേ? നിങ്ങൾ ചെയ്യുന്ന സ്ട്രഗിൾസിന് ഒരു റിസൾട്ട് കിട്ടണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ കഴിവ് വെച്ചിട്ടായിരിക്കും നിങ്ങൾ സ്ട്രഗിൾ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾ എവിടെയെങ്കിലും എത്തിക്കും.